ഹായ് ഫ്രണ്ട്സ്, ഇന്നിവിടെ ഈ കാണുന്ന ഒരു ഷോർട്സ് ആണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. ഈസി ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഷോർട്സ് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. അപ്പോൾ ഇവിടെ അളവ് ട്രൗസർ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ മെഷർമെൻറ്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 മീറ്റർ തുണിയാണ്. സാധാരണ അത്ര മീറ്റർ നമുക്ക് ആവശ്യമില്ല, അതിനേക്കാളും കുറച്ച് തുണി മതിയാവും. അപ്പോൾ ഈ തുണി നമുക്ക് 4ആക്കി നമുക്ക് മടക്കി എടുക്കണം. ഇവിടെ തുറന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം മടങ്ങിയത്. ഇവിടെ ഞാൻ കറക്റ്റ് അളവിലുള്ളൊരു ഷോർട്ട്സ് എടുത്തിട്ടുണ്ട്. പിന്നെ അളവ് എന്ന് പറയുന്നത് ലെങ്ത്ത് 15 ഇഞ്ചാണ്. ഇവിടുത്തെ ലെങ്ത്ത് നമ്മൾ നോക്കേണ്ടത് ഇലാസ്റ്റിക് ഇട്ടതുകൊണ്ട്. എൻ്റെ വേസ്റ്റ് ബാൻഡിൽ ലെങ്ത്ത് എന്ന് പറഞ്ഞാൽ 1.5 ഇഞ്ചാണ്. ബാക്കി മെഷർമെൻറ്റ്സ് നമുക്ക് മാർക്ക് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന തുണീൻ്റെ നീളം 18 ഇഞ്ചും വീതി വരുന്നത് 11 ഇഞ്ചുമാണ്. അപ്പോൾ ഈ ഒരു അളവിൽ നിങ്ങൾ ആദ്യം തുണീനെ കട്ട് ചെയ്ത് വയ്ക്കുക. ആദ്യം നമ്മൾ അടയാളപ്പെടുത്തുന്നത് വേസ്റ്റ് ബാൻഡിൻ്റെ ലെങ്ത്താണ്. അത് ഞാൻ 2 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. 1.5 ഇഞ്ച് മതി നമുക്ക് കറക്റ്റ്. പ്ലസ് ഒരു 1/2 ഇഞ്ച് തയ്യൽത്തുമ്പ് കൊടുക്കണം, നമുക്ക് മടക്കി തയ്ക്കണമല്ലോ, അതിന് വേണ്ടിയാണ്. അപ്പോൾ 2 ഇഞ്ച് ഞാൻ എടുത്തു. അടുത്തത് ഈ ഷോർട്ട്സിൻ്റെ ക്രച്ച് ലെങ്ത്ത് നോക്കുക. അപ്പോൾ ടേപ്പ് ഇതുപോലെ വേസ്റ്റ് ബാൻഡ് താഴെ ഇട്ട് വെച്ച് നോക്കുക. അപ്പോൾ നമുക്ക് 9.5 ഇഞ്ച് കിട്ടും. അതിൻ്റെ അറ്റം വരെ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, ആ ഒരു ക്രച്ചിൻ്റെ ഭാഗം വരെ നോക്കാം. എന്നിട്ട് നമ്മൾ ഈ ഓപ്പൺ സൈഡ്, ഈ തുണീൻ്റെ ഓപ്പൺ സൈഡിൽ ഈ ഒരു ഭാഗത്തു നിന്ന് 1 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യാണ്. എന്നിട്ട് വേണം നമ്മൾ ക്രച്ച് ലെങ്ത്ത് മാർക്ക് ചെയ്യേണ്ടത്. ആ വേസ്റ്റ് ബാൻഡിന് താഴെ നിന്ന് 9.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇതുപോലെ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കുക. ഞാൻ ഈ ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ചാണ് വിട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1.5 ഇഞ്ചും വിടാം. അപ്പോൾ കുറച്ചുകൂടി നമുക്ക് ലൂസായിട്ട് ആ ഒരു ഭാഗത്ത് കിട്ടും. അപ്പോൾ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഈ ഷോർട്സിൻ്റെ ടോട്ടൽ ലെങ്ത്ത് എന്ന് പറയുന്നത് 15 ഇഞ്ചാണല്ലോ. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു ഭാഗം ഇതുപോലെ മടക്കി നമ്മൾ ഇലാസ്റ്റിക് തയ്ക്കും. അപ്പോൾ ആ ഭാഗം മടക്കിയിട്ട് ഇതുപോലെ നോക്കാം നമുക്ക് 15 ഇഞ്ച് എവിടെ കിട്ടണേന്ന്. അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ബാക്കി നമുക്ക് തയ്യൽ തുമ്പായിട്ട് എടുക്കാം. ഇതുപോലെ ലൈൻ വരച്ച് കൊടുക്കാം. അവിടെ നിന്ന് വേണം ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. വേസ്റ്റ് ബാൻഡിൻ്റെ നമ്മൾ ലൈൻ വരച്ചല്ലോ, അപ്പോൾ അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 15 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കി തയ്യൽ തുമ്പ് കൊടുക്കുക. ഇവിടെ നിന്ന് 1.5 ഇഞ്ചാണ് കേട്ടോ ഞാൻ തയ്യൽ തുമ്പ് കൊടുക്കണത്. ഇനി താഴത്തെ വീതി എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. അത് നമ്മൾ ഇതുപോലെ ഈ ഒരു മടങ്ങിയ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. ബാക്കി ഒരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ക്രച്ചിൻ്റെ ഭാഗങ്ങൾ മാർക്ക് ചെയ്തിട്ട് അങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ ഒരു ക്രച്ചിൻ്റെ ഭാഗം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് തുണി ഓപ്പൺ സൈഡ് തുറന്നിരിക്കുന്ന ഭാഗത്ത് വേണം കേട്ടോ ക്രച്ച് ലെങ്ത്തും ഈ ഒരു ഭാഗം മാർക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം ഷേപ്പിൽ ഇതുപോലെ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷോർട്സിൻ്റെ അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ തുണി എടുക്കുമ്പോൾ 1/2 മീറ്റർ തന്നെ വേണമെന്നില്ല, അതിൻ്റെ ഒരു പകുതി നമുക്ക് മതിയാവും. ഇതുപോലെ എൻ്റെ ലെങ്ത്തും വീതിയും നിങ്ങൾക്ക് എത്ര വേണമെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ തുണി അതനുസരിച്ച് കട്ട് ചെയ്താൽ മതി. ഇവിടെ വീതി ഞാൻ 11 ഇഞ്ചാണ് എടുക്കുന്നത്. അതെന്ന് പറയുന്നത് ഹിപ്പ് റൗണ്ട് എത്രയാണ് വരണത് അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 22 ഇഞ്ചാണ് ഹിപ്പ് റൗണ്ട്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 5.5 ഇഞ്ച് കിട്ടും. പ്ലസ് ഒരു 5 ഇഞ്ച് അല്ലെങ്കിൽ 5.5 ഇഞ്ച് എക്സ്ട്രാ നമ്മൾ ഇലാസ്റ്റിക് ഇടാൻ ചുരുക്ക് കിട്ടാൻ വേണ്ടി 5.5 ഇഞ്ച് എക്സ്ട്രാ ഇടാണ്. അപ്പോൾ നമുക്ക് 11 ഇഞ്ച് കിട്ടും. അപ്പോൾ അതാണ് ഞാൻ ആ വീതിയായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഫുള്ളും. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഈ കട്ട് ചെയ്തതിൻ്റെ നല്ല ഭാഗം ചേർത്ത് ഇതുപോലെ വെച്ചിട്ട് ആ ക്രച്ചിൻ്റെ ഭാഗം 2 സൈഡിലും നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് മുകളിൽ നിന്ന് ആ ഒരു ഷേപ്പിലേക്ക്. ഷോർട്സിൻ്റെ സ്റ്റിച്ചിങ് ഭയങ്കര എളുപ്പമാണ്. നമുക്കത് കട്ട് ചെയ്യാൻ മാത്രമുള്ള അറിഞ്ഞെങ്കിൽ തയ്ക്കാൻ അതിനേക്കാളും എളുപ്പമാണ് നമുക്ക്. അപ്പോൾ 2 സൈഡ് ഭാഗം നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് നമ്മൾ 1.5 ഇഞ്ചാണെന്നുള്ള തയ്യൽ തുമ്പ് കൊടുത്തേക്കണത്. അത് എത്രയാണെന്ന് വെച്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ആ ഭാഗം ഇതുപോലെ ലൈൻ വരച്ച് മടക്കി തയ്ക്കാം നമുക്ക്. അതുപോലെ റോങ് സൈഡിലേക്ക് വേണം നമ്മളിങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ ഞാൻ ഇവിടെ 2 സൈഡ് ക്രച്ചിൻ്റെ ഭാഗവും താഴെയും ഇതുപോലെ മടക്കി തയ്ച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു മിഡിൽ പോർഷനിൽ ഇതുപോലെ വെച്ചിട്ട് തുണീനെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ കൊണ്ടുവരാം. ഇവിടെ നമുക്ക് ഷോർട്സിന് താഴത്തെ വീതി എന്ന് പറയുന്നത് 8.5 ഇഞ്ചാണ്. ഇവിടെ നല്ല തുണിയിൽ നമ്മൾ 8.5 ഇഞ്ച് ഇതുപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് വേണം നമ്മൾ ക്രച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് എത്ര വീതി വേണ്ട കുറച്ച് മതി, നമുക്കതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ആ ഭാഗം ടൈറ്റ് ആവാണ്ട് നമ്മൾ നോക്കാം. അപ്പോൾ കുറച്ചും കൂടി ലൂസിൽ ഇടുന്നതായിരിക്കും നല്ലത്. ഈ ഒരു ഷേപ്പിൽ നമ്മൾ ക്രച്ചിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നമ്മൾ വേസ്റ്റ് ബാൻഡിന് നമ്മൾ 2 ഇഞ്ചാണ് പറഞ്ഞിരുന്നത്. അത് നമ്മളിവിടെ മാർക്ക് ചെയ്യാം. ഇനി ഈ തുണീനെ ഇതുപോലെ ആദ്യം ഒന്ന് ജസ്റ്റ് മടക്കറ്റത്ത്, എന്നിട്ട് ആ ഒരു 2 ഇഞ്ചിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചിലേക്ക് ആ വേസ്റ്റ് ബാൻഡ് കിട്ടും. ഇലാസ്റ്റിക് ഇടാനുള്ള ഒരു ഹോള് നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് പോകരുത്. അപ്പോൾ ഈ വേസ്റ്റ് ബാൻഡിൻ്റെ ഭാഗം ഞാൻ തയ്ച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇലാസ്റ്റിക് ഇൻസേർട്ട് ചെയ്യണം എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിൻ്റെ നീളം എന്ന് പറയുന്നത് 20.5 ഇഞ്ചാണ്. അപ്പോൾ നിങ്ങളുടെ ഹിപ്പ് റൗണ്ട്, കുഞ്ഞിൻ്റെ ഹിപ്പ് റൗണ്ട് എത്രയാണ് വരണേന്ന് നോക്കാം. അതിൻ്റെ കറക്റ്റ് അളവ് എടുക്കുക. ഇല്ലെങ്കിൽ ഒരു 1 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഹിപ്പ് റൗണ്ട് വരുന്ന 20 ഇഞ്ചാണെങ്കിൽ നമുക്ക് 19 ഇഞ്ചിൽ ആ ഇലാസ്റ്റിക്കിൻ്റെ നീളം എടുക്കാം. അപ്പോൾ കറക്റ്റ് അളവ് അല്ലെങ്കിൽ 1 ഇഞ്ച് കുറച്ചിട്ട് എടുക്കുക, അതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതുപോലെ ആ ഒരു ഹോൾ നമ്മൾ കൊടുത്തിരുന്നല്ലോ, അതിൽ കൂടെ ഈ പിൻ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ കൊണ്ടുവരിക. എന്നിട്ട് ആ ഇലാസ്റ്റിക് രണ്ടും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പം ഞാൻ ഇവിടെ 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഭാഗം ഉണ്ടല്ലോ, അത് ഇതുപോലെ മടക്കിയിട്ട് തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ ആ ഇലാസ്റ്റിക് കാണാം. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഷോർട്സ് റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്ക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ സ്റ്റിച്ചിങ് ഒക്കെ പഠിച്ച് തുടങ്ങുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു പാറ്റേൺ ആണ് ഇത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.